ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയായിട്ട് ലാസ്റ്റ് നിമിഷമായിരിക്കും ഒക്കെ സെറ്റാവുക. മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യണമെന്നെങ്കിലും. പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ വയ്യാതെ പിന്നെ വിചാരിച്ചു വേണ്ട ഈ കൊല്ലം നമുക്ക് ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റിയിട്ടൊക്കെയായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് വിളിച്ച് സമ്മതിച്ചില്ല കേട്ടോ, നീ എൻ്റെ ഷൂട്ട് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചിട്ട് അവളിന്ന് രാവിലെ എന്നെ ഭയങ്കര ചീത്ത. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുങ്ങുന്നത് വിഷുവിൻ്റെ തലേന്ന് കറക്റ്റ് പറഞ്ഞ് 13-ാം തീയതിയാണ് ഞാൻ ഒരുങ്ങുന്നത്. അതും രാത്രി 8 മണിക്ക്. എന്തായാലും അവരൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും. അപ്പോഴേക്കും ഞാൻ റെഡി ആവാമെന്ന് വിചാരിച്ചു ഞാൻ ലൈറ്റായിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഷൂട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറേ നേരം നിൽക്കണമല്ലോ. അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് എല്ലാം ഞാൻ കുറച്ച് നേരം എടുക്കുമ്പോഴേക്കും അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നത് എൻ്റെ സാരിയുടെ അളവെല്ലാം എടുത്ത് അവൾ സാരി അയൺ ചെയ്യാനും പണിയിലേക്കൊക്കെ കടന്നു. അവൾ സാഡ്രാപ്പിസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവളാണ് ഇന്ന് തന്നെ സാരി കുടിപ്പിച്ച് തരാൻ പോകുന്നത്. അവളുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. അപ്പോഴേക്കും എന്താ ഞാൻ കാത്തുമ്മനെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വന്നിട്ട് എന്നെ സാരി കുടിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ കൃപയത്തെ സാരിയാണ്. അതേപോലെ തന്നെ ഈ ബ്ലൗസ് അടിച്ചത് ആൻഡ്സ്ക്യൂ എന്ന് പറഞ്ഞ ബുട്ടിക്കുന്നാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബാക്കിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കുഞ്ഞിൻ്റെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സൊക്കെ അവർ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ റെഡിയായി വരുമ്പോൾ ആ ഒരു വിഷുക്കണിയൊക്കെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യോടക്കനെ നമ്മൾ കുറച്ചധികം ഫോട്ടോസ് എടുത്തു. ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് എടുത്തു. അതേപോലെ കാത്തൂൻ്റെ കൂടെ ഫോട്ടോസ് എടുത്തു. അതിൻ്റെ ഇടയിൽ കാത്തുമ്മ കുറുമ്പ് കാണിക്കുമ്പോൾ കാത്തുമ്മനെ ഒതുക്കുന്നത് നമ്മൾ കുണുക്കനാട്ടാ. കാത്തു അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാത്തുമ്മനെ കൺട്രോൾ ചെയ്തത് അവനായിരുന്നു. അവൻ കാലത്ത് തന്നെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ്റെയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം രാത്രിയാണ് ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിരിയുമ്പോൾ 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവരെല്ലാം പോയി നമ്മൾ കുറച്ചൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കുമ്പോൾ 3 മണിയായിരുന്നു. അതിൻ്റെ ക്ഷീണത്തിലാണ് പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എന്തായാലും ഞാൻ കിടന്നുറങ്ങട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇത്രയ്ക്കുള്ളൂ. ബായ്.